ചേട്ടൻ വരണോ? എവിടെയാണ് ചേട്ടൻ വരണോ? ചേട്ടൻ്റെ അഹങ്കാരമൊക്കെ ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം. ഇവിടെ നിന്നോണേ. അതെന്തിനാ? അത് ഞാനല്ലേ ഇപ്പൊ ജയിച്ചത്. ചേട്ടൻ തോറ്റ് നിൽക്കുന്നേല്ലേ? തോറ്റാലും ചത്ത് കിടന്ന ചമഞ്ഞ് കിടക്കണം. എന്റെ ലക്ഷ്യം ഇവിടെ അല്ലേ, അവിടെ അടിച്ചോളൂ. കണ്ണിലല്ലോ. അതൊക്കെ അതിലില്ല. എന്റെ അടുത്ത് അങ്ങനെയല്ല. ഷോ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ജയിച്ചു കഴിഞ്ഞ് നമുക്ക് ഇവിടെ എന്തു ആവാന്നാണ്. അനു കൂടുതൽ സംസാരിച്ചാൽ അടി കൊടുക്കാതെ തിരിച്ചു ഒരു കുസൃതി ചോദ്യം. ചോദിച്ചോളൂ. തെങ്ങുകൾ ആടുന്നത് എന്തുകൊണ്ട്? തെങ്ങിൽ കള്ള് ഉള്ളത് കൊണ്ട്. അവളത് പറഞ്ഞു കൊടുത്തതാ ചേച്ചി. എനിക്ക് മനസ്സിലായി. അവൾക്ക് ചോദിക്കുമ്പോ ഉത്തരം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. കുഴപ്പമില്ല. അത് മാറ്റ്. കുത്തിയിട്ടേക്ക് മാറ്റ്. ചേട്ടന്റെ കഴിവൊന്ന് കാണട്ടെ. എന്റെ കഴിവ് കാണുന്നത് കമ്പനി തന്നേക്കല്ലേ. 8 പേര് കിടന്ന് ഉറങ്ങിയായിരുന്നു. അതില് 7 പേരെ കൊതു കടിച്ചു. ഒരാളെ മാത്രം കൊതു കടിച്ചില്ല. എന്തുകൊണ്ട്? പുള്ളി ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗൂഗിളിൽ നോക്കിട്ടേ ഇങ്ങനെ അടിച്ച് കുസൃതി ചോദ്യം അടിച്ചു കൊടുത്തു. അപ്പൊ ഈ ചോദ്യം വന്നു. ഉത്തരം അതിൽ കൊടുത്തിട്ടില്ല. ഇവിടെ മൊത്തം എല്ലാവരുടെ അടുത്തും ചോദിച്ചടക്കുകയായിരുന്നു. ആൻസർ അറിയോ? ഇനി എന്തെങ്കിലും ചോദിക്കാട്ടോ? 2 ചോദ്യം പുള്ളി ഉത്തരം പറഞ്ഞില്ലേ? ഇനി പുള്ളിക്ക് കിട്ടാൻ ചോദ്യം. ആദ്യം ഈ ഒരു അടി കൊടുത്തിട്ട് ചോദിക്കാം. ഇവിടെ നിന്നെ പലപ്പോഴും കിട്ടുന്ന ഒരു അടിയാ. ആ കണ്ണട ഊരിക്കോട്ടെ. ചീറ്റിപ്പോ ഞാൻ പറഞ്ഞില്ലേ ജിജി. മനസ്സിലായ? ചീറ്റിപ്പോയി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എനിക്ക് തിരിച്ചടിക്കാലോ. ഈ ചോദ്യത്തിന് ഉത്തരം ചേട്ടൻ പറഞ്ഞു തന്നാ ചേട്ടൻ തിരിച്ച് തന്നെ അടിക്കാം. അത് മാറ്റി തങ്കു. അവളത്ര പറഞ്ഞല്ലേ. ഇവിടെ നിന്ന് അത് മാറ്റി. കേൾക്കണം, നീ കേൾക്കുന്നു. വലിക്കുമ്പോൾ വലുതാവുന്ന റബ്ബർ, വലിക്കുമ്പോൾ ചെറുതാകുന്ന എന്താ? സിഗരറ്റ്. ഞാൻ ഒന്നും തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണതാണ് കുട്ടി. അടി കൊടുക്കാൻ പോയിട്ട് അടി മേടിച്ച് വന്നിരിക്കുക നിങ്ങളുടെ പുന്നാര മോൾ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ